ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു അബൌട്ട് ഫിലിം. ഐ ആം യുവർ വിപിൻ. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്ന പാണ്ഡ്യരാജിൻ്റെ സംവിധാനത്തിൽ സത്യജ്യോതി ഫിലിംസിൻ്റെ ബാനറിൽ വന്നിരിക്കുന്ന തലൈവൻ തലവി എന്ന് പറഞ്ഞ സിനിമയെക്കുറിച്ചാണ് കേട്ടോ. പടം അത്യാവശ്യം അടിപൊളിയായിട്ടുണ്ട്. നല്ല എൻ്റർടൈൻമെൻ്റ് ആണ്. കുറേ കോമഡികളുണ്ട് സിനിമയിൽ. സ്റ്റോറി ലൈൻ അങ്ങനെ വലിയ സംഭവമൊന്നും പറയാനില്ലെങ്കിലും നന്നായി തന്നെ എടുത്തു വെച്ചിട്ടുണ്ട് പടം. നല്ല സിനിമാറ്റോഗ്രാഫി ആയിരുന്നു ഈ സിനിമയുടെ. കണ്ണിലൊന്നും അങ്ങനെ കുത്തുന്ന ഒരുപാട് കളേഴ്സ് ഒന്നും യൂസ് ചെയ്യാതെ വളരെ മൈൽഡായിട്ടുള്ള നല്ല രസമുള്ള ഒരു വാം കളറിൽ അങ്ങനെ പോണ പടം. സിനിമയുടെ മറ്റൊരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞതിലെ പെർഫോമൻസുകളാണ്. വിജയ് സേതുപതി അതുപോലെ തന്നെ നിത്യ മേനോൻ ഇവരുടെ കോമ്പിനേഷൻ തന്നെ വേറെ ലെവലാണ് ഈ പടത്തിൽ. ഈ സിനിമയുടെ സ്റ്റോറി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വലിയൊരു കഥ അങ്ങനെ ഒരു വലിയ സ്ക്രീൻ പ്ലേ ഒന്നും ഈ സിനിമയിലില്ല. അങ്ങനെ അങ്ങനെ സീനുകൾ വരുന്നുണ്ട്. അത് അതിനനുസരിച്ച് കൊണ്ടുപോകുന്ന ആക്ടേഴ്സിൻ്റെ ഒരു ബലത്തിലാണ് ഈ പടം പോകുന്നത്. ഈ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്ന മറ്റ് കഥാപാത്രങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ അവരിൽ നിത്യ മേനോൻ്റെ ക്യാരക്ടർ അടിപൊളിയാണ്. വിജയ് സേതുപതി അടിപൊളിയാണ്. അവരെ മാറ്റി നിർത്തിയാൽ പിന്നെ ശരവണൻ, യോഗി ബാബു, ദീപ, ചെമ്പൻ വിനോദ്, രോഷ്നി, പിന്നെ കാളി വെങ്കിട്ട്, ആർ കെ സുരേഷ് അങ്ങനെ ഒരുപാട് പേര് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. അവർക്കൊക്കെ കൊടുത്തിരിക്കുന്ന ക്യാരക്ടറിന് അവരെന്താണോ ചെയ്യേണ്ടത് അത് വെടുപ്പായി ചെയ്തു വെച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് യോഗി ബാബു, കാരണം അദ്ദേഹത്തിൻ്റെ കുറച്ച് കാലമായിട്ട് വരുന്ന സിനിമകളെ കുറിച്ച് നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ അറിയാം. എല്ലാത്തിലും ഒരു റിപ്പീറ്റേഷനും വരുന്നുണ്ടായിരുന്നു. നമുക്കൊന്ന് ബോറടിക്കാൻ തുടങ്ങിയിരുന്നു. പക്ഷേ ഈ പടത്തിൽ അദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്ന സീക്വൻസിൽ അദ്ദേഹം വരുന്ന സീനിലൊക്കെ നല്ല അടിപൊളിയായിട്ട് കൗണ്ടർ അടിച്ച് പോകുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഒരുപാട് ചിരിക്കാനുള്ള മൊമെൻറ്റ്സ് തരുന്നുണ്ട് അദ്ദേഹം. ചില എക്സ്പ്രഷൻസ് കൂടെ ആണെങ്കിലും ശരി, ചില സീനിലുള്ള ഡയലോഗ്, ചില ആക്ഷൻസ് ഒക്കെ നമ്മൾ ഒരുപാട് ചിരിപ്പിക്കും. അതേപോലെ വിജയ് സേതുപതി അദ്ദേഹം ഇപ്പോൾ കുറേ ആയിട്ട് വില്ലൻ വേഷങ്ങൾ അതുപോലെ സീരിയസ് റോളിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിൽ നിന്നൊക്കെ ഒന്ന് ബ്രേക്ക് എടുത്ത് അദ്ദേഹത്തിൻ്റെ സ്റ്റാർട്ടിങ് ടൈം ഉണ്ട്. അതായത് ഇതർക്ക് താൻ ആസൈപ്പെട്ടായ ബാലകുമാര, സൂത് കവും, പിന്നെ നമ്മുടെ സേതുപതി, അതുപോലെ കുറച്ച് പടങ്ങളുണ്ട്. അതൊക്കെ കക്കക്കപ്പോ, ഈ സിനിമകളിലൊക്കെ ഉള്ളൊരു സ്റ്റൈല്, അതായത് ഒരു നമുക്ക് വളരെ കണക്റ്റ് ആവുന്ന രീതിയിൽ വളരെ സാധാരണക്കാരനായി എന്നാൽ ഒരുപാട് പ്രശ്നങ്ങളുള്ള കോമഡികൾ അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ നമുക്ക് തരുന്നൊരു വിജയ് സേതുപതി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു വളരെ ഒരു ഓർഡിനറി മാൻ ക്യാരക്ടർ അത് ഈ സിനിമയിൽ അടിപൊളിയായിട്ട് വർക്കായിട്ടുണ്ടെന്നുള്ളൊരു സത്യമാണ്. കാരണം അദ്ദേഹത്തിൻ്റെ ആ പെർഫോമൻസ് നമുക്ക് കണ്ടിരിക്കാൻ നല്ല രസമാണ്. കാരണം നമുക്ക് നല്ല കണക്റ്റ് ആവും അദ്ദേഹത്തെ. അദ്ദേഹത്തിൻ്റെ ആ ലുക്കാണെങ്കിലും ശരി, സംസാരമാണെങ്കിലും ഒക്കെ നമുക്ക് നന്നായിട്ട് കണക്റ്റ് ആവുന്ന രീതിയിൽ നമ്മളുടെ ഒരു അയലത്തെ ചേട്ടൻ ആ ഒരു ലെവലിലേക്ക് വരും. പിന്നെ നിത്യാമേനൻ തിരുച്ചിദമ്പലത്തിന് ശേഷം അവർ ചെയ്ത അടുത്തൊരു കിടിലൻ ക്യാരക്ടറാണ് ഈ സിനിമയിൽ കിടക്കുന്ന ഈ ക്യാരക്ടർ. കാരണം തിരുച്ചിദമ്പലത്തിൽ എനിക്ക് അവരെ ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ധനുഷിൻ്റെ കൂടെയുള്ള ആ കോമ്പിനേഷൻ സീക്വൻസ് ഒക്കെ അതേപോലെ തന്നെയാണ് ഈ സിനിമയിലും. വിജയ് സേതുപതി അതുപോലെ നിത്യാമേനൻ ഇവർ രണ്ടുപേരും തമ്മിലുള്ള ഈ കോമ്പിനേഷൻ സീക്വൻസ് മാത്രം നമുക്ക് കണ്ടിരിക്കാൻ തോന്നും. അത്രയും അടിപൊളിയായിട്ടാണ് ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെ ഈ സിനിമയിൽ വിജയ് സേതുപതി ഒരു പൊറോട്ട മാസ്റ്റർ ആയിട്ടാണ് ഒരു ഹോട്ടൽ നടത്തുന്നുണ്ട്. അത് അവിടെ നടക്കുന്ന കുറേ കോമഡി സീക്വൻസ് ഉണ്ട് ഈ പടത്തിൽ. അതുപോലെ ഈ സിനിമയുടെ മ്യൂസിക് ചെയ്തിരിക്കുന്നത് സന്തോഷ് നാരായണനാണ്. അത്യാവശ്യം ഡീസൻറ്റ് വർക്കായിരുന്നു. പാട്ടുകളൊക്കെ കേൾക്കാനും രസമുണ്ട്, കാണാനും വിഷ്വലി അടിപൊളിയായി തന്നെ ചെയ്തിട്ടുണ്ട്. സിനിമാറ്റോഗ്രാഫി ഉഷാറായിട്ടുണ്ട്. അതേപോലെ തന്നെ എഡിറ്റിങ്ങും അടുത്തടുത്ത സീനുകൾ റൈസ് ചെയ്ത് തന്നെ വേഗം വേഗം പോകുന്നുണ്ട്. സെക്കൻഡ് ഹാഫിൽ കുറച്ച് സീക്വൻസ്, അതായത് ക്ലൈമാക്സിന് ഒരു അരമണിക്കൂർ മുമ്പ് വരെ സിനിമ കുറച്ച് സ്ലോ ആയിട്ടാണ് പോകുന്നത്. പക്ഷേ അതും ഈ സിനിമയിൽ നമുക്ക് ബോറടിക്കുന്നു എന്ന് പറയാൻ പറ്റില്ല, കുറച്ച് സ്ലോ ആണെന്നേ ഉള്ളൂ. ഫസ്റ്റ് ഹാഫിൽ പിന്നെ കുറച്ച് റിപ്പീറ്റേഷൻ സീക്വൻസ് വരുന്നുണ്ട്. അതായത് ഈ സിനിമയിലെ ഇവരുടെ ഫൈറ്റ്, അതായത് ഈ രണ്ടുപേരും വിജയ് സേതുപതി നിത്യാമേനോൻ്റെ ഇടയിൽ വരുന്ന ഈ പ്രശ്നങ്ങൾ കുറച്ച് ഓവർ ഡ്യൂ ചെയ്തോ എന്ന് എനിക്ക് തോന്നി. കാരണം ഒരേ സംഭവം തന്നെ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വരുന്ന പോലെ തോന്നി. പക്ഷെ അത് ബോറല്ല, പക്ഷെ കുറച്ച് കുറയ്ക്കാമായിരുന്നു തോന്നി കേട്ടോ സീക്വൻസ്. അതായത് ഈ സിനിമയുടെ ടൈം കുറച്ച് കുറയ്ക്കാമായിരുന്നു തോന്നി. അത് ഒഴിവാക്കി വെച്ച ഈ സിനിമ വേറെ ലെവലാണ്. അതുപോലെ ഈ സിനിമയിൽ ഇദ്ദേഹത്തിൻ്റെ ചില മാനറിസങ്ങൾ, അതായത് ആ പഴയ OG മാനറിസങ്ങളുണ്ട്, അതിൽ ചില റെഫറൻസ് ഒക്കെ വരുന്നുണ്ട്. അതൊക്കെ വേറെ ലെവലാണ്. പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ ചില നോട്ടവും സംസാരവും ഒക്കെ കാണുമ്പോൾ നമുക്ക് വേറെ വൈബിലേക്ക് നമ്മൾ കൊണ്ടുപോകുന്നുണ്ട്. വളരെ പ്രഡിക്റ്റബിൾ ആയിട്ടുള്ളൊരു സ്റ്റോറി ലൈനിന് ഇത്ര കണ്ട് നമ്മളെ എൻ്റർടൈൻമെൻറ്റ് ചെയ്യിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് ഇവരുടെ പെർഫോമൻസ് കൊണ്ട് മാത്രമാണ്. അതാണ് ഞാൻ ഈ സിനിമയുടെ പെർഫോമൻസിനെ കുറിച്ച് വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെ പാണ്ഡ്യരാജിൻ്റെ മുൻ ചിത്രങ്ങളെ അപേക്ഷിച്ച് ഈ സിനിമയിലെ സ്റ്റോറി ഒന്നുകൂടെ ബെറ്റർ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം കഴിഞ്ഞ പടം അത്ര കണ്ട് എനിക്ക് വർക്കായിരുന്നില്ല. സൂര്യയായിട്ടുള്ള എതിർക്കും എന്താണെന്ന് പറഞ്ഞ സിനിമ. ശേഷം വരുന്ന ഈ സിനിമ അത്യാവശ്യം ഡീസൻ്റായി തന്നെ അദ്ദേഹം ചെയ്തു വെച്ചിട്ടുണ്ട്. അടുത്ത സിനിമയ്ക്ക് വേണ്ടി ഞാൻ വെയിറ്റിംഗ് ആണ്. കാരണം അദ്ദേഹത്തിൻ്റെ സിനിമകൾ കണ്ടിരിക്കാൻ ഒരു പ്രത്യേക രസമാണ്. അതെന്താണെന്ന് വെച്ചാൽ ഒരു ഫാമിലി ഡ്രാമ ആയിരിക്കും. വലിയ ഒരു ഹൈപ്പോ ട്വിസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. പക്ഷേ നമുക്ക് എവിടെയും ബോറടിക്കില്ല. അങ്ങനെ ഒരു അത് ആ ഒരു ക്വാളിറ്റി ഈ സിനിമ അദ്ദേഹം കീപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ സിനിമയിലെ മറ്റ് പ്രധാന കഥാപാത്രങ്ങൾ ഇതിന് ശരവണനാണെങ്കിലും ശരി, ചെമ്പൻ വിനോദിനൊക്കെ അത്യാവശ്യം ക്യാരക്ടർ ഉണ്ട് കേട്ടോ. അതിൽ പെർഫോം ചെയ്യാനുള്ള സ്കോപ്പ് ഉണ്ട്. അദ്ദേഹത്തിന് അങ്ങനെ തമിഴ് സിനിമയിൽ പോയപ്പോൾ വിക്രം കഴിഞ്ഞ് അങ്ങനെ ഒരു സിനിമയിൽ അത്രയും നല്ലൊരു ക്യാരക്ടർ കിട്ടിയതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഈ പടത്തിലൊക്കെ അത്യാവശ്യം നന്നായി തന്നെ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഇതിൻ്റെ കൂടെ ഇറങ്ങിയ ചിത്രമായിരുന്നു നമ്മളുടെ മാരീസൻ. മാരീസനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഈ സിനിമ ഒന്നുകൂടെ എൻ്റർടൈൻമെൻ്റ് ആണ്. കാരണം നിങ്ങൾക്കിപ്പോൾ ഒരു ഫീൽ ഗുഡ് ഒരു കോമഡി ഫിലിം കാണാനാണ് താല്പര്യമെങ്കിൽ ഇതിന് പോകാനായിരിക്കും ഞാൻ ഒന്നുകൂടെ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുക. മാരീസൻ ഇതിൻ്റെ അത്ര ഒരു ലെവൽ നിങ്ങൾക്ക് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അത് കുറച്ച് സീരിയസ് ടോണിൽ പോകുന്ന സിനിമയാണ്.
ഇതിൻ്റെ അത്ര തന്നെ ഒരു എൻ്റർടൈൻമെൻ്റ് അല്ല ആ സിനിമ. ഞാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇതിന് പോകാം. അതിനേക്കാൾ ഒന്നുകൂടെ ബെറ്റർ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തത് ഈ സിനിമയാണ്. പിന്നെ നിങ്ങൾ ഈ സിനിമ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം നമ്മളെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയാണെങ്കിൽ മറ്റുള്ളവർക്ക് അതൊരു യൂസ്ഫുൾ ആയിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പറയുന്നതിലും നിങ്ങൾ അഭിപ്രായം നിങ്ങളെ ഒരു ഒപ്പീനിയൻ നമ്മളെ കമന്റ് ബോക്സിൽ വരികയാണെങ്കിൽ ഇത് ഈ റിവ്യൂ കാണുന്ന കുറച്ച് പേരെങ്കിലും ഉണ്ടാവുമല്ലോ, അവർക്കത് ഇഷ്ടപ്പെട്ടാൽ അവർ പോയി കണ്ടോളും. ഇങ്ങനെയുള്ള സിനിമകളൊക്കെ കാണണം. കാരണം എനിക്ക് എന്താണെന്ന് വെച്ചാൽ ഇതുപോലുള്ള സിനിമയ്ക്ക് ഞാൻ അധികം പ്രൊമോട്ട് ചെയ്യും. കാരണം എനിക്ക് ഇങ്ങനെയുള്ള സിനിമകൾ നല്ല ഇഷ്ടമാണ്. അത് പ്രത്യേകിച്ച് ഈ ഫാമിലി ഡ്രാമ ഫിലിംസ്. നമ്മൾ ഈ സീരിയസ് ടോൺ ഫിലിംസ് ഒരുപാട് കാണുന്ന ആളാണ്. അതിനേക്കാളൊക്കെ നമുക്ക് ഒന്നുകൂടെ എൻ്റർടൈൻമെൻ്റ് ആയി കണ്ടിരിക്കാൻ പറ്റിയ സിനിമയാണിത്. നിങ്ങൾ എന്തായാലും ഒന്ന് പോയി കണ്ടു നോക്കുക. വിജയ് സേതുപതി ഒരു കിടിലൻ കംബാക്ക് തന്നെയാണ് ഈ സിനിമ എന്ന് ഞാൻ ഉറപ്പിച്ച് പറയുന്നു. നിങ്ങൾ പോയി കണ്ടു നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയാം. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഈ സിനിമ. അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ പറയുന്നത്. എൻ്റെ ഒപ്പീനിയൻ ആണല്ലോ, അതുകൊണ്ട് പറഞ്ഞതാണ്. പിന്നെ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. അതിനു വേണ്ടിയാണ് ഞാൻ വെയിറ്റ് ചെയ്യുന്നത്. കാരണം നിങ്ങളുടെ അഭിപ്രായം കൂടെ കേൾക്കുമ്പോഴാണ് നമുക്കൊരു സന്തോഷം. ഈ സിനിമ കണ്ടിട്ട് നിങ്ങൾ ആരെങ്കിലും ഈ സിനിമയ്ക്ക് പോയിട്ടുണ്ടെങ്കിൽ അതും എനിക്കൊരു സന്തോഷമാണ്. താല്പര്യമുള്ളവർ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോ വീണ്ടും കാണാം. ബൈ.